നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനും ശാരിയെ കുറിച്ച് ആലോചിക്കുന്നു. അവൾക്ക് എന്താ പറ്റിയതെന്ന്, എവിടെയാ പിഴച്ചതെന്ന്. അവളല്ല തെറ്റ്, നമ്മളവളെ നോക്കിക്കണ്ട രീതിയാണ് തെറ്റ്. അതെനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. സാറെന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് തിരുത്താവുന്നതാണെങ്കിൽ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് സാറേ. എവിടെ മുതലാണ് അവളുടെ സ്വഭാവം മാറിപ്പോയതെന്ന് ശാരദാമ്മ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സാറേ. എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നും ശാരികയെ കാണുന്ന ശാരദാമ്മയ്ക്ക് അത് പിടികിട്ടണമെന്നില്ല. ഈ മുറ്റത്തെ മുല്ല എന്നൊക്കെ നമ്മളൊരു പഴമൊഴി പറയാറില്ലേ, അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുറ്റത്തെ മുല്ലയുടെ മണം അറിയില്ല എന്നല്ല, മുല്ലയെ പോലും നമ്മൾ കാണാറില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്, ഉണ്ടാവണം. അത് വെള്ളം കിട്ടാതെ വാടി നിൽക്കുകയാണോ, നിറയെ പൂത്ത് ചിരിച്ചു നിൽക്കുകയാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മുടെ മനസ്സിൽ മുല്ലയുടെ ഒരു രൂപമുണ്ട്. അത് സങ്കല്പിച്ചതിനെ കാണാതെ നോക്കാതെ നമ്മൾ അങ്ങ് കടന്നു പോകും. ഉണങ്ങിക്കരിഞ്ഞ് ഒരു അസ്ഥിപഞ്ജരമായി കഴിയുമ്പോഴാവും ചിലപ്പോ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അയ്യോ, ഈ മുല്ലയ്ക്ക് എന്ത് പറ്റിയെന്ന് പരിതപിക്കും. ശാരികയുടെ കാര്യവും അങ്ങനെയാണ് ശാരദാമ്മേ. ഞാൻ അവൾക്ക് എന്ത് കുറവ് വരുത്തിയെന്നാ കുറുപ്പ് സാർ പറയുന്നത്? ഒരു കുറവുണ്ട് ശാരദാമ്മേ, അച്ഛൻ. അതൊരു വലിയ കുറവ് തന്നെ ശാരദാമ്മേ. സാറേ, ഈ പറയുന്ന അച്ഛൻ കഴുത്തിന് പിടിച്ച് വീട്ടിൽ നിറക്കി വിട്ടതാ അവളെ എന്നെയൊക്കെ. ഭർത്താവിന്റെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ പോരാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ല ഞാൻ. കൂട്ടത്തിലെ മുതിർന്ന കുട്ടിയായ അവളാ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. എല്ലാം കാണാനും മനസ്സിലാക്കാനും അന്നേ ബുദ്ധി ഉറച്ചിട്ടുണ്ടായിരുന്നല്ലോ അവക്ക്. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ വളർത്തി വലുതാക്കി. ഒടുവിൽ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിച്ചു. ഒരു പുരുഷന്റെ കൂടെ കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് ചെറുപ്പത്തിൽ അച്ഛനില്ലായിരുന്നുള്ള ഓർമ്മ വന്നത്? ഇപ്പോഴല്ല ശാരദാമ്മേ, എപ്പോഴും അവളുടെ മനസ്സിൽ ആ ബോധം ഉണ്ടായിരുന്നു. ശാരദാമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അച്ഛനെ പറ്റി എപ്പോഴും ഓർത്തിരുന്നതും ആവലാദികൾ പറഞ്ഞിരുന്നതും ശാരികയാ. ഒരുപക്ഷെ അച്ഛന്റെ വാത്സല്യം എപ്പോഴും ഓർമ്മ നിന്നിരുന്നത് അവൾക്കായതുകൊണ്ടായിരിക്കും. മോളെ, ഇനി എങ്ങോട്ടെങ്കിലും പോവോ അച്ഛൻ? ഇല്ല മോളെ, ഇതെന്റെ മോൾക്ക്. ഇത് അച്ഛൻ. ഗോപാലനോട് ഇറങ്ങിപ്പോ ഞാൻ പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ എന്തോന്ന് പരിപാടി ഞങ്ങൾ നടത്താൻ പോന്നെ? ചന്ദ്രബോസെ, എന്റെ മകന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഇന്ന്. മകൻ എന്ന് പറയുമ്പോ ഈ നിൽക്കുന്നവൻ തന്നെയല്ലേ സത്യവാമേ? അടങ്ങിയേക്കടാ വിഷ്ണു. ഇവിടെ ഒരു കോപ്പിൽ ഉദ്ഘാടനവും നടക്കില്ല. അത് ഉറപ്പിക്കാനാ ചന്ദ്രബോസ് ഇവിടെ വന്നിരിക്കുന്നത്. ചന്ദ്രബോസെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ ഹോട്ടലിന് ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കാൻ ചന്ദ്രബോസ് സമ്മതിക്കത്തില്ലല്ലോ വക്കീൽ സാറേ. ലൈസൻസ് ഇല്ലെന്നോ? ലൈസൻസോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണല്ലോ ഇത്. ഇന്നലെ വരെയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായവർ. സത്യമാ സത്യാമേ, ഈ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു.
റദ്ദെയ്തെന്നോ? ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ശ്രീനിവാസൻ ഞങ്ങൾക്ക് ഹോട്ടൽ വിറ്റത്. അതിനുശേഷമാണ് ലൈസൻസ് റദ്ദ് ചെയ്തത്. കാരണം അതൊക്കെ നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്നാ ഉത്തരവ്. അത് നടപ്പിലാക്കാനാ ഞങ്ങൾ വന്നത്. അപ്പോഴേ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം വെച്ച് ചന്ദ്രബോസ് കയറി ചൊറിയാൻ വന്നതല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ വന്നതേ നിയമം നടപ്പിലാക്കാനാ. അപ്പോഴേ എല്ലാരും ഈ കൊട്ടും കുരുവും താലപ്പൊലിയൊക്കെ മാറ്റി വെച്ചിട്ടെ എല്ലാം പൂട്ടിക്കെട്ടി പോയേ. ചന്ദ്രബോസേ. അതെ സത്യഭാമേ, മന്ത്രിയെ കൊണ്ടുവന്ന് മകനെ സ്റ്റേഷനിൽ നടക്കുന്ന പോലെ എളുപ്പമല്ല ഒരു സ്ഥാപനം തുടങ്ങാൻ. അതിനെ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കോപ്പിലെ മന്ത്രി എന്റെ തലയ്ക്ക് മീതെ പറക്കാൻ തുടങ്ങിയാൽ ഈ കാര്യങ്ങൾ മൊത്തം ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ ചോർത്തി കൊടുക്കും ഞാൻ. പിന്നെ പത്രക്കാര് അങ്ങ് കൊത്തി വലിച്ചോളും, നിങ്ങളെ ആയാലും ആ മന്ത്രിയായാലും. അപ്പൊ എങ്ങനെയാ സത്യഭാമേ, ഞാനങ്ങ് പൊയ്ക്കോട്ടോ? നിങ്ങളിനി ഇവിടെ സാഹസത്തിന് വീട്ടിലല്ലോ. ബോസാറേ, അയ്യോ, കളക്ടറമ്മ ഇവിടെ ഉണ്ടായിരുന്നു. സത്യാമ്മ ഇന്നിവിടെ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിച്ച അത് നടന്നിരിക്കും. അതെങ്ങനെയാണോ? ലൈസൻസ് ഇല്ലാതെ ഹോട്ടലൊന്നല്ല, ഒരു മുറുക്കാൻ കട ഇവിടെ തുറന്ന എല്ലാം അകത്താ, ഓർത്തോ? ശരി, ലൈസൻസ് റദ്ദാക്കാനുള്ള ഉത്തരവ് എവിടെ? ഉത്തരവായി, അത് പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഉത്തരവ് നടപ്പാക്കാനുള്ള ചന്ദ്രബോസ് സാറിന്റെ ശുഷ്കാന്തി മനസ്സിലായി. പക്ഷേ അത് മനസ്സിലിരിക്കേ ഉള്ളൂ സാറേ. ഓ, ഈ ഹോട്ടൽ ഇന്നിവിടെ പറഞ്ഞ സമയത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് സഞ്ജുവിന്റെ കല്യാണം. താനെന്താ അതേപ്പറ്റി ചിന്തിക്കാത്തത്? അതെ, എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം ഇന്ന്. സഞ്ജുവിന്റെ വിവാഹം കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുള്ളൂ. തനിക്ക് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നേ? സഞ്ജു ഒരു അഗ്നികുണ്ഡത്തിൽ എരിഞ്ഞടങ്ങുക. ഒരു ഭ്രാന്തിയെ പോലെ ലച്ച് ഓടി നടക്കുന്നു. ഇതാണോ പ്രണയം? എന്റെ പ്രണയത്തിന്റെ ഉറവകളെല്ലാം പറ്റി വരണ്ടു. എന്നെ സംബന്ധിച്ച് എനിക്കിത് പുനർജന്മമാ. എന്റെ കൂടെ ഉണ്ടായിരുന്നവര് എന്റെ ഒപ്പം ഓടി വരാൻ കഴിയാത്തത് എന്റെ കുറ്റമല്ല. സഞ്ജുവിന് ദൈവം നിശ്ചയിച്ച പെണ്ണ് സഞ്ജനയാ. പിന്നെന്തിന് ഞാൻ നിരാശയാവണം? ഹലോ ഗോവിന്ദ്, അല്പം വൈകിപ്പോയി, സോറി. ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നു. തലചുറ്റി വീണ പേഷ്യന്റാ. ഇതത്ര സീരിയസ് കേസൊന്നുമല്ല. മുത്തശ്ശന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്ന പേഷ്യന്റാ. ഓക്കെ. ഒരു MRI സ്കാനിങ് ഉദ്ദേശിക്കുന്നത്. ഔഷധക്കുളത്തിൽ വീണ കാര്യം ഗോവിന്ദ് പറഞ്ഞിരുന്നു. ലങ്സിൽ വെള്ളം കയറിയൊന്ന് ഒരു സംശയമുണ്ട്. എന്റെ ഗോവിന്ദേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ പൾസ് പിടിച്ചാൽ അറിയുന്ന ആളല്ലേ ഭദ്രൻ മൂസ്. അദ്ദേഹത്തിന് ഒരു സ്കാനിങ്ങിന്റെ ആവശ്യമില്ല. എന്നാലും ഒന്ന് സ്കാൻ ചെയ്യണം ഡോക്ടർ. അതിനെന്താ ഗോവിന്ദ്, ഈ കുട്ടി പ്രഭാചന്ദ്രന്റെ മകളല്ലേ സ്വാതി? ഡോക്ടറെ കണ്ടപ്പോ തന്നെ എനിക്കത് മനസ്സിലായതാ. ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് വേണ്ടേ എന്തെങ്കിലും പറയാൻ? ഭദ്രൻ മൂസിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നോ സ്വാതി? അതെ ഡോക്ടർ. ഡോക്ടർ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ കാലുകൾ രണ്ടും മുറിച്ചു മാറ്റാൻ പറഞ്ഞതല്ലേ എന്നല്ലേ? അങ്ങനൊരു അവസ്ഥയില സ്വാതിയെ മുത്തശ്ശന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? സ്വാതിയുടെ കാലുകളിലേക്ക് രക്തയോട്ടം തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന നിലയില്ല ഡോക്ടർ. ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
ഞാൻ സ്പർശിച്ചത് അറിയുന്നുണ്ടോ? എന്റെ കാലുകൾ ഇപ്പൊ പഴയതുപോലെയാ ഡോക്ടർ. ഡോക്ടർ സ്പർശിച്ചതൊക്കെ എനിക്കറിയാം. ഇതിനെയാ മെഡിക്കൽ സയൻസിൽ മിറക്കിൾ എന്ന് പറയുന്നത്. ഭദ്രൻ മൂസിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. എനിക്ക് അദ്ദേഹം കൺകണ്ട ദൈവമാ ഡോക്ടർ. എനിക്കിത് പുറം ലോകത്ത് അറിയിക്കണം ഗോവിന്ദ്. വിദേശത്തെ പാരാലിസിസ് ഡോക്ടേഴ്സ് വിധി എഴുതിയ കേസാ ഭദ്രൻ മൂസ് തിരുത്തി എഴുതിയത്. ഭാരതത്തിന്റെ യശസ് ഉയർത്തേണ്ട ഒരവസരവും ഒരു രാജ്യസ്നേഹി പാഴാക്കാൻ പാടില്ല. മുത്തശ്ശൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് ഡോക്ടർക്ക് അറിയാലോ. ഗോവിന്ദ് പറയാതെ തന്നെ അതെനിക്കറിയാം. പക്ഷേ ഞാൻ അത് ചെയ്യും. ഗോവിന്ദ് എന്നെ വിളിച്ചപ്പോ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാ കണ്ടത്. അതാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തായാലും സ്കാനിംഗ് നടക്കട്ടെ. ഞാനൊരു റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്പനേരം അവിടെ വിശ്രമിക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, കൊള്ളാലോ ഈ സ്ഥലം. ഇതിനകത്ത് ഇങ്ങനെ കൊറേ കെട്ടിടങ്ങളൊക്കെ. പാർവതിക്ക് ഈ സ്ഥലം ഇഷ്ടായോ? എനിക്ക് ശരിക്കും ഇഷ്ടായി. ഇത് മുഴുവൻ ഞങ്ങളുടെ സ്വത്തുക്കളാ പാർവതി. ഇതെല്ലാം ചേർത്ത് ഏതാണ്ട് ഒരു 40 ഏക്കറിൽ കൂടുതലുണ്ടാവും. ഈ വീടുകളിലെല്ലാം ആൾതാമസം ഇല്ലാതെ പൂട്ടിക്കിടക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ആരുമില്ല പാർവതി. ഇതിനെ ഒരു റിസോർട്ടാക്കി മാറ്റണമെന്ന് എന്റെ ആഗ്രഹം. അധികം വൈകാതെ തന്നെ ഇത് ഓപ്പൺ ചെയ്യണം. നല്ലതാ. ഇവിടെ ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിക്കാലോ. കൂടെ നല്ല ആഹാരവും കൊടുക്കണം. നല്ല രുചികരമായ ഭക്ഷണം കൊടുത്താ കാടാണെങ്കിലും എല്ലാവരും വന്ന് കഴിക്കും. അത് ശരിയാ. ഓഫീസിൽ നിന്നുള്ള കോളാണല്ലോ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഹലോ, എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ല. ഹലോ. കോള് കട്ടായി. എന്തുപറ്റി? ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. ഇവിടെ നെറ്റ്വർക്ക് കവറേജ് തീരെ കുറവാ. ഇവിടം ചാലുവായല്ലേ. ആദ്യം ഏതെങ്കിലും ഒരു മൊബൈൽ കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ട് ഇവിടെ ഒരു ടവർ സ്ഥാപിക്കണം. അങ്ങോട്ട് തിരികെ വിളിച്ചിട്ട് കോള് പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, ഓഫീസിൽ നിന്നുള്ള മെസ്സേജ്. എമർജൻസി ആയിട്ട് ഒരു കോൺഫറൻസ് കോൾ ചെയ്യണം. പാർവതി, ഇവിടെ നിന്ന് കോൾ ചെയ്താ അത് കണക്ട് ആവില്ല. ഞാനേ റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയി കോൾ ചെയ്തിട്ട് ഇപ്പൊ വരാം. പാർവതി വെയിറ്റ് ചെയ്യോ? ഞാനിപ്പോ വരാം. ശരി. പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പേടിയുണ്ടോ പാർവതിക്ക്? ഏയ് സാറ് അധിക ദൂരത്തേക്കൊന്നും പോയില്ലല്ലോ അല്ലേ? ഏയ്, ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. എന്നാ സാറ് പോയിട്ടോ. ഇപ്പൊ വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും വർഷത്തിനകം ശേഖരളിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ജയിലിൽ പോയ നേരമുള്ള കോലാവില്ല അയാൾക്ക് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കണ്ടെത്താനും പ്രയാസം ഉണ്ടാവും. അതിനൊരു വഴിയുണ്ട് പ്രതാപ. പോലീസുകാരൊക്കെ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ചിത്രകാരനെ വിളിപ്പിച്ച് ചന്ദ്രശേഖരന്റെ വിവിധ രൂപത്തിലുള്ള രേഖാചിത്രങ്ങൾ വരപ്പിച്ചാലോ? അത്തരം രേഖാചിത്രങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ശേഖരനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെങ്കിലോ? അതുള്ള ചേച്ചി, അതൊരു നല്ല ഐഡിയ. എങ്കി നീ ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. അയാളെ ഇനി ഈ ജന്മത്തിൽ ഇവിടെയുള്ള ആരും കാണരുത്. അതിനു മുൻപ് അയാളുടെ കഥ അവസാനിപ്പിക്കണം. വിശാൽ സാർ ഇത് എവിടെ പോയതാ? ഇനിയിപ്പോ റേഞ്ച് തപ്പി തപ്പി പട്ടണത്തിൽ പോയി കാണുമോ? ഈ കാട്ടിൽ വെച്ചാണ് ഗായത്രി ദേവി മരിച്ചത്. ഗായത്രി ദേവിയുടെ ചോര വീണ ഈ മണ്ണിൽ തന്നെ നിന്റെ ശവവും വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഇരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അല്ല സംഗീതത്തിന്റെ ABCD അറിയാത്തത്. അത് ഇവൾക്കാ, നിങ്ങളുടെ മോക്ക്. എന്തു പറഞ്ഞടി എന്റെ മോളെ കുറിച്ച്? എന്താ നീ പറഞ്ഞേ? ഇന്ന് രണ്ടാളും ക്ലാസ്സിൽ കാണിച്ചതേ വെറും ഷോ അല്ലേ? ശരി, എന്നാ സംഗീതത്തെ ശരിക്കും അറിയാവുന്നവരുടെ മുമ്പില് നിങ്ങളൊരു ഡിബേറ്റ് വെക്ക. ഞാൻ ഒറ്റയ്ക്ക് മതി. അമ്മയും മോളും കൂടി മറുപക്ഷത്ത് നിന്നോ, നമുക്ക് മത്സരിക്കാം. ആരാ ജയിക്കുന്നെന്നറിയാലോ. എന്താ എന്താ രണ്ടാളൊന്നും മിണ്ടാത്തെ? എന്റെ ഔദാര്യം പറ്റി ജീവിച്ച നീ അത്രയ്ക്ക് വളർന്നോ?
വെറുതെ അതും ഇതും പറഞ്ഞ് നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. എന്തിനാണ് എന്റെ ക്ലാസ് അലങ്കോലം ആക്കിയത്? അതാ എനിക്കറിയേണ്ടത്. നീ നമ്മൾ തമ്മിലുള്ള കരാറ് തെറ്റിച്ചു. നിന്റെ ശബ്ദം എന്റെ മോൾക്ക് നീ വിറ്റിരിക്കുക. അപ്പോ ആ ശബ്ദത്തിന് അവകാശി വിസ്മയ. എന്റെ മോൾക്ക് വേണ്ടിയല്ലാതെ നിനക്ക് ട്യൂഷൻ എന്നല്ല ഒരു മൂളിപ്പാട്ട് പാടാനോ അവകാശമില്ല. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നീ നടത്തിയെന്നറിഞ്ഞ ഇങ്ങനെയാവില്ല ഞാൻ പെരുമാറുന്നേ. നിങ്ങളും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിലെവിടെയാ എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നേ? അത് എന്തായാലും എഗ്രിമെന്റ് ഉണ്ടല്ലോ. എന്റെ മോൾക്ക് വേണ്ടിയേ പാടാവൂന്ന് അതിലുണ്ട്. അപ്പോ ട്യൂഷൻ എടുക്കാനും പാടില്ല. ശരി, എന്നാ എഗ്രിമെന്റ് എടുക്ക. നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണിക്കാം. അങ്ങനെ ഒരു കരാർ അതിലുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ മ്യൂസിക് ട്യൂഷൻ നിർത്താം. എന്താ? അങ്ങനെ ഇനിയും തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. നീ ഇനി മ്യൂസിക് ട്യൂഷൻ എടുക്കാൻ പാടില്ല. ആദ്യം ഞാൻ ചോദിച്ചത് തെളിയിക്കാൻ, എന്നിട്ട് നമുക്കിതേക്കുറിച്ച് സംസാരിക്കാം. ശരി, അഹങ്കാരം അത്രയ്ക്കായല്ലേ? ഓക്കെ, നീ വീണ്ടും പാട്ട് പഠിപ്പിക്കാൻ കാണാം. ശരിക്കും അരുന്ധതി ആരാണെന്ന് അപ്പ കാണാം. എടീ, എന്റെ മോൾക്ക് വേണ്ടി അല്ലാതെ പാടാൻ നീ നാവ് ചലിപ്പിച്ച ആ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. നോക്കിക്കോ. വാടി. മോളെ, അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? മോളുടെ നാവരിയൂന്ന്. അവരതും ചെയ്യാൻ മടിക്കാത്തവരെ മോള് സൂക്ഷിക്കണം. ഇനി അങ്ങനെ പേടിച്ചിരുന്ന പറ്റില്ലമ്മേ. എന്തോ എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറൊന്നും കഴിച്ചില്ലല്ലോ? ഒന്നും വേണ്ട, പ്ലീസ്. ഞാൻ കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. എന്തായാലും അതൊരു വലിയ ഭാഗ്യം തന്നെയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടില്ലല്ലോ. അത്ഭുതം തന്നെയാ. അരുണേട്ടനെ അപ്പ കണ്ടിരുന്നെങ്കിലോ? ഒപ്പം ഐശ്വര്യടുത്തി ഉണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിക്കാന്ന് ഓർക്കാൻ തന്നെ പേടിയാവോ? പക്ഷെ മോൾക്ക് നല്ല സംശയമുണ്ട്. പലതവണ എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നു. എത്ര നാളാ മോളിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് എനിക്കറിയില്ല. ശ്രീകുട്ടിയെ വിളിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നേ. അല്ല, എവിടേക്ക്?
തിയേറ്ററിലേക്ക്? അല്ല, അവിടെ എന്താ വിശേഷം ശ്യാമേ? ഒരു വലിയ വിശേഷമുണ്ട്. ശ്യാമ മ്യൂസിക് ട്യൂഷൻ തുടങ്ങി. ശ്രീകുട്ടിയെ കൂടി പഠിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. മ്യൂസിക് ട്യൂഷനോ? ശ്യാമയോ? അതെ, ഞാൻ തന്നെ. ആ, അല്ല, അങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ സംഗീതത്തിൽ നല്ല അറിവുണ്ടാവണ്ടേ? അതൊക്കെ എനിക്കുണ്ട്. ശ്രീകുട്ടിയെ കൂടി പഠിക്കാൻ അങ്ങോട്ട് അയച്ചാ മതി. ശ്യാമ പാടുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. അതാ എന്റെ വിധി. എന്റെ ശബ്ദം എനിക്കല്ല ഉപയോഗപ്പെടുന്നത്, മറ്റുള്ളവർക്കാ. എത്ര പാടിയിട്ടും ഗായികയായിട്ട് അറിയപ്പെടാൻ എനിക്ക് യോഗമില്ല. അല്ല, അങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിൽ ഇപ്പൊ എന്തുമാത്രം അവസരമാ ഉള്ളത്? എന്തിന് സിനിമയിൽ തന്നെ പാടാനും അവസരം കിട്ടില്ലേ? എന്തായാലും അടുത്ത ദിവസം ചേച്ചി ശ്രീകുട്ടി കൂടി വിട്. ശ്യാമയുടെ ക്ലാസ് ഒന്ന് കേട്ടു നോക്ക്. പിന്നെ മോളെ ട്യൂഷന് ചേർക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്. അഖിലിനെ ശ്യാമയും ഞാൻ അവിശ്വസിക്കുന്ന എന്തിനാ? ശ്രീകുട്ടിയെ ഉറപ്പായി ഞാൻ അയക്കാം. പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരൂ വരൂ. തിരുമേനി, ശരി, അപ്പൊ പിന്നെ പൂജ ആരംഭിക്കാം. മനസ്സിലെ നിഷേധബുദ്ധിയും നിന്ദാഭാവവും ഒക്കെ മാറ്റിവെച്ച് ഭക്തിയോടും വിനയത്തോടും കൂടി വേണം പൂജയിൽ പങ്കെടുക്കുവാൻ. വിളക്കിനെയും നിറപറയെയും ഹോമാഗ്നിയെയും സാക്ഷിയാക്കി വിവാഹത്തിന്റെ ചടങ്ങുകൾ തന്നെ വേണം ഇവിടെ അനുഷ്ഠാനപൂർവ്വം ചെയ്യാൻ. അത് തന്നെയാണ് പൂജയുടെ പ്രധാന ചടങ്ങും. എന്നാ പിന്നെ ആരംഭിക്കട്ടെ. ആരംഭിക്കാൻ തിരുമേനി. ഇനി വധുവിന് പുടവ കൈമാറാം. ആരതി, തൊഴുതു പ്രാർത്ഥിച്ച് ആ പുടവ കൈനീട്ടി വാങ്ങ. ആരതി, വാ. ഇനി ഈ വേഷം മാറി നൽകപ്പെട്ട പുത്തൻ പുടവ ധരിച്ച് മടങ്ങി വന്നോളൂ. വരൂ. ആരതി നിൽക്കുന്നത് നല്ല മനസ്സോടല്ലെന്ന് തോന്നുന്നു. എന്റെ തല പൊട്ടിത്തെറിക്കുന്നും ഹൃദയസ്തംഭനം ഉണ്ടാവുന്നും പറഞ്ഞാണ്
ഒരുവിധം അനുനയിപ്പിച്ചെടുത്തത്. അല്ല, മുരളിയോ? മുരളി പൂർണ്ണ മനസ്സോടെ തന്നെയാണോ വന്നിരിക്കുന്നത്? അവനും ആദ്യം പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാ സമ്മതിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊച്ചേട്ടനും ആരതിക്കും ഉണ്ടായതുപോലെ ഒരു സാഹചര്യം നമുക്കുണ്ടായ വല്ലവരും വലിച്ചെറിഞ്ഞ താലി ഉപയോഗിക്കാതെ ഫ്രഷായ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചതാ. താലിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ കെട്ടിന്റെ കഴുത്ത് എന്റേതല്ലേ? അവിടെ വന്നത് കെട്ടു മുമ്പ് ചേച്ചിയുടെ അനുവാദവും ആശീർവാദവും ഉണ്ടാവണം. അല്ലാതെ നടക്കില്ല കേട്ടോ. അല്ല, പെട്ടെന്നൊരു ആക്സിഡന്റൽ സിറ്റുവേഷനില് ഒരു സിറ്റുവേഷനും നടക്കില്ല. ആരതി അല്ല ആര്യ, അത്ര തന്നെ. എന്താ വേണ്ട, ചേച്ചി അനുഗ്രഹിച്ചിട്ട് മതി. ശരി, അപ്പൊ നിർവിഘ്നവും സുദീർഘവുമായ ദാമ്പത്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ഹവിസ് അർപ്പിക്കാം. അഗ്നിദേവനെ വണങ്ങി പരസ്പരം കൈകൾ ചേർത്ത് ഹോമകുണ്ടം വലം വയ്ക്കാം. കന്യാദാനം നടത്താം. പൂജയെന്ന് പറഞ്ഞ് കുറെ നേരമായല്ലോ. എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് പൂജയാണോ കല്യാണമാണോ? ആദ്യം അത് പറയ്. പൂജ തന്നെയാ. മാംഗല്യ പൂജയ്ക്ക് എല്ലാ വിവാഹ ചടങ്ങുകളും നിർബന്ധമായിട്ടും നടത്തിയിരിക്കണമെന്നാ തിരുമേനി പറഞ്ഞത്. അല്ലേ തിരുമേനി? അതെ അതെ, അതുകൊണ്ടാണല്ലോ ഇതിനെ മംഗല്യ പൂജ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിച്ചാലും ഇനി എനിക്കങ്ങ് വയ്യ. ഇതുവരെ ചെയ്തേക്കാം മതി പൂജയ്ക്ക്. അയ്യോ, അങ്ങനെ പറയരുത്. പൂജ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. എന്നാൽ പൂജ അപൂർണമായിട്ട് അവസാനിച്ചാൽ അതിന്റെ ദോഷം വലുതാണ്. വലിയ ദുരന്തങ്ങൾ തന്നെ സംഭവിക്കാം. അയ്യോ, എനിക്ക് വയ്യ. തല ചുറ്റുന്നത് പോലെ, നെഞ്ചാകെ വേദനിക്കുന്നത് പോലെ. ആരതി മോളെ, പൂജ പൂർത്തിയായില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും മോളെ. മോളെ, നീ എന്നൊന്ന് രക്ഷിക്കും മോളെ. നാശം, എന്തൊരു ഗതികേടാ. എന്താന്ന് വെച്ചാ ചെയ്ത് തൊലയ്ക്ക്. ഹോമകുണ്ടം വലം വച്ച് കഴിഞ്ഞാൽ സന്ധ്യ കഴിയുമ്പോൾ തുളസിക്ക് മുന്നിൽ വിളക്ക് വെച്ച് അരുന്ധതി നക്ഷത്രത്തെ ദർശിക്കണം. അതാണ് പൂജയുടെ രണ്ടാം ഘട്ടം. ഇനി വലം വെച്ച് വന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.